ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, അവർ 110 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞു. തോക്കുന്ന 30 സീറ്റിൻ്റെ പേര് പറയാം, അവർ ധൈര്യമുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ NDA കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ദാഹം, മാറ്റത്തിന് വേണ്ടിയുള്ള ദാഹം, അത് ഇന്നലെ നാളെ അത് രംഗത്ത് വന്ന് അത് ശക്തി പ്രാപിച്ചാൽ മതിയാകും. സത്യം, ധർമ്മം, നീതി, ഇത് മൂന്നും അവരുടെ കൂടെ ഇല്ല. അവർ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. നേഷൻ ഫസ്റ്റ്, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ്. നേഷൻ ഫസ്റ്റ്. എൻ്റെ ദൈവം ജനങ്ങളാണ്. അതെ, എൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഇന്ത്യയുടെ ഭരണഘടനയാണ്. നമ്മളെ കബളിപ്പിച്ചും നമ്മളെ കാപട്യങ്ങൾ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും ഭരണത്തിലേറുകയും ഭരണത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളോട് കൊള്ളയടിക്കുകയും ചെയ്യുന്ന വിഭാഗം പിന്നെ ബഹുമാനപ്പെട്ട അങ്ങ് ശ്രദ്ധിക്കുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് കേരളത്തിൽ വികസനത്തെക്കുറിച്ച് 2 മുന്നണികൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റുള്ളവരെ പിന്നെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നു, പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു, മാധ്യമങ്ങൾ അതൊരു ദിവസം ചർച്ച ചെയ്യുന്നു. കേരളത്തിന്റെ നാളുകളെക്കുറിച്ചോ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചോ സംസാരിക്കുന്ന ഒരു ഒറ്റ മുന്നണിയേ ഉള്ളൂ, അത് NDA ആണ്. ആ NDA മറച്ചു വെക്കാനായിട്ട് ആ പദ്ധതികളെ കേരളത്തിൽ കൊണ്ടുവരാതിരിക്കാനായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കഠിനമായ ശ്രമം നടത്തുന്നുണ്ട്. അവിടെയാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രസക്തി. അപ്പോൾ അങ്ങ് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ പറഞ്ഞ ഈ രീതിയിലുള്ള വികസന സംഭാവനകൾ BJP കേരളം മുഴുവനും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഈ പ്രചരണങ്ങളിലൂടെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയും NDAയും ഏത് രീതിയിലുള്ളൊരു വിജയമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? കാരണം കേരളത്തിലെ ജനങ്ങൾ NDA കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ദാഹം, മാറ്റത്തിന് വേണ്ടിയുള്ള ദാഹം, അത് ഇന്നലെ നാളെ അത് രംഗത്ത് വന്ന് അത് ശക്തി പ്രാപിച്ചാൽ മതിയാകും. കാരണം അത് നാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അത് ഈ നാടിൻ്റെ ഒരു തനിമ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് സംശുദ്ധ രാഷ്ട്രീയം. നമുക്ക് എത്രയോ കാരണം നവോത്ഥാനത്തിൻ്റെ നാടാണ് ഈ കേരളം, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നാടാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള വലിയ മുന്നേറ്റങ്ങൾ നടന്നിട്ടൊരു സ്ഥലമാണ്. അതുകൊണ്ട് എപ്പോഴും ജീവിത ധാർമ്മിക മൂല്യങ്ങൾക്ക്, സാംസ്കാരിക നവോത്ഥാന മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു നാടാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ കൈവിടില്ല, NDA കൈവിടില്ല. കാരണം മറ്റുള്ള 2 കൂട്ടർക്കും LDFനും UDFനും ഉള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒന്ന് അഴിമതി രാഷ്ട്രീയമാണ്, ഒന്ന് നിഷേധാത്മക രാഷ്ട്രീയമാണ്, നെഗറ്റീവ് പൊളിറ്റിക്സാണ്. പരസ്പരം അങ്ങോട്ട് ഈ കഴിഞ്ഞ 3-4 ദിവസത്തെ പത്രങ്ങളും വാചകവും നോക്കിയാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ രാഷ്ട്രീയ ബോധത്തെ മാറ്റി ഇവര് നമ്മളെ ഒരു അഡിക്റ്റഡാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചെളിവാരി അറിയാണ്. ഇനിയിപ്പം അവരുടെ ഭാഗത്ത് ചെളിവാരി അറിയേണ്ട കാര്യമില്ല. ചെളിക്കുണ്ടി കിടക്കുന്ന ആളുകൾ എന്തിനാ ചെളിവാരി അറിയും? ഇതല്ലാതെ ഈ നാട്ടിൽ എന്ത് വേണം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ചല്ല ചർച്ച. അപ്പൊ ചർച്ച വഴിമാറ്റുക. NDA ആഗ്രഹിക്കുന്നത് നിഷേധാത്മക രാഷ്ട്രീയമല്ല, ഇത് അവരുടെ പതിവ് തന്ത്രമാണ്. അതായത് BJPയുടെ NDAയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങളിൽ അണിനിരന്നത് കാണുമ്പോൾ തന്നെ അവർ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുക. അതെ. അപ്പൊ ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPയും CPMും തമ്മിൽ ചില സീറ്റുകളിൽ അലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡീലുണ്ട് എന്നൊരു ആരോപണം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതികരണം അതിനകത്ത്? അത് അവർ തമ്മിലുള്ള ഡീലിന്റെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട് എത്തിയ അവിടെ ഈ പറയുന്ന ആൾക്കാരെ കെട്ടിപ്പിടിച്ചോടൊക്കെയാണ്. അപ്പൊ അതെന്ത് രാഷ്ട്രീയമാണ്? ഒരേ വേദിയിൽ പ്രസംഗിക്കുന്നു. MA അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇരുന്നുകൊണ്ട് ചായ കുടിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. 2 കൂട്ടരും ജനങ്ങളല്ലേ, അവിടെയുള്ളവരും ഇവിടെയുള്ളവരും ജനങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇതെന്ത് രാഷ്ട്രീയമാണ്? അപ്പോൾ ഈ ഡീല്, അതാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ വികസനം എന്ന് പറയുന്ന വിഷയം ചർച്ചയാവരുത്. ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായുള്ള പച്ച നുണകൾ ജനങ്ങളുടെ മുമ്പിലിട്ട് ഡീൽ ആര് തമ്മിലെന്ന് ഈ കോൺഗ്രസ്സുകാർ പറയും, CPM നേതാക്കന്മാർ ഡീലിനെ കുറിച്ച് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ എന്ന് കുറേ ആൾ അങ്ങനെ പോകും. അപ്പം മർമ്മപ്രധാനമായിട്ടുള്ള വികസന വിഷയം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ, കഴിക്കാൻ ആഹാരമുണ്ടോ? ഇവിടെ 5 കിലോ അരി കൊടുക്കുന്നത് ആരാണ്? സൗജന്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്, മോഡിയാണ് കൊടുക്കുന്നത്. 15.5 ലക്ഷം ടൺ അരിയാണ് ഈ കേരളത്തിന് കൊടുക്കുന്നത്. ഇല്ലേ, ജനങ്ങളുടെ പട്ടിണി മാറണം, കഷ്ടപ്പാടുകൾ ദുരിതമാണ്, തൊഴിലില്ലാത്തവർ ഈ നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവരെ മുഴുവൻ എങ്ങനെ ഇവിടെ നമുക്ക് കൊണ്ടുവരാം, അതിനെന്താണ് പദ്ധതി? അവരാരെങ്കിലും അതേക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അവരുടെ വേദന ഇവിടെ പല വീടുകളിലും ഇവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്ന കാഴ്ച അതല്ലേ. ഇവിടെ ചെറുപ്പക്കാരില്ല, ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇവിടെ ഒരു വ്യവസായി പോലും ഇവിടേക്ക് വരുന്നില്ല. അതിനെക്കുറിച്ച് എന്താണ് 10 വ്യവസായം ഇവിടെ കൊണ്ടുവരാൻ എന്താ മാർഗം? ഇതേക്കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് ഈ പത്രങ്ങൾ വരുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ്, മറ്റേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നോക്കൂ, അദ്ദേഹം ആരും കുറ്റം പറയാനില്ല, ചെളിവാരി അറിയാനില്ല,
നാടിനെന്ത് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നാട് വികസിക്കണം, വികസിത കേരളം തന്നെയാണ് അദ്ദേഹം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും 25 തവണ ലോകം ചുറ്റി വിവിധ രാജ്യങ്ങളിൽ, ജപ്പാൻ, ഉത്തര കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ചുറ്റിയടിച്ച് വരുമ്പോഴെല്ലാം പറയും ഇത്ര ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു, ഇത്ര ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു. എന്നാൽ ഇന്നുവരെ വിവരാവകാശ പ്രകാരം ഒരു ഇന്ത്യൻ രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം കേവലം ഒരു 10 ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു വലിയൊരു ഇൻവെസ്റ്റർ പി രാജീവ് എന്ന് പറഞ്ഞ മിനിസ്റ്ററോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ പോയി 3.5 ലക്ഷം കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കൂ, അതാരാണ്, ഏത് വ്യവസായിയാണ് ഇത്ര ഭീമമായൊരു എമൗണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണേ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ആ വ്യവസായി സംരംഭം പറയുന്നത് ഈ ഭൂമിയിൽ നിക്ഷേപ സൗഹൃദമുള്ള ഒന്നാമത്തെ സ്ഥലം കേരളമാണെന്ന് പറയുന്ന ഒരു കള്ളക്കഥ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രചിച്ചു. അപ്പോൾ എൻ്റെ ചോദ്യം, ഇങ്ങനെ കബളിപ്പിക്കും തട്ടിപ്പുകളും നടത്തി 140-145 കോടി രൂപ ഈ മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും ലോകം ചുറ്റി ആസ്വദിക്കാനായിട്ട് നമ്മൾ നികുതിപ്പണം കൊടുത്തപ്പോൾ ഉത്തരവാദിത്വമില്ലാത്തൊരു മുഖ്യമന്ത്രി നുണ പറഞ്ഞുകൊണ്ട് വരുന്നു. ഇത്തരം നുണകളുടെ വലിയൊരു ബോംബാണ് കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP ഏത് രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് ജനങ്ങളുടെ അടുത്ത് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്? അത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ BJPക്ക് NDAക്ക് നിരവധി കാര്യങ്ങളാണുള്ളൂ. അവരിനി ഞാൻ പറയട്ടെ, ഇവിടെ 6 ലക്ഷം കോടി രൂപയുടെ കടമായി. അതേക്കുറിച്ചല്ലല്ലോ വേണ്ടുന്നു. കടം കിപ്പി എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രചാരണമാണ്. ഈ കിപ്പിക്ക് ചെലവഴിക്കുന്ന മുഴുവൻ എന്താണ്? കടം വാങ്ങിച്ച തുകയാണ്. 2 അതിനൊന്നും ഓഡിറ്റില്ല, 2 കൊട്ടേഷൻ ഇല്ല. അപ്പോൾ ഇത് ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഇവിടുത്തെ വരുമാനത്തിൻ്റെ 30% ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം വേണ്ടി ചെലവഴിക്കണം എന്നാണ്. അത് ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കണം. അപ്പോൾ ഓഡിറ്റിംഗ് വേണ്ട, ചെലവഴിക്കേണ്ട. അത് തന്നെയല്ല, ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ലോക്സഭയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി. 314 കോടി രൂപ പ്ലസ് 60 374 കോടി രൂപ കേന്ദ്ര സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു കേരളത്തിന് വേണ്ടിയിട്ട്. 1 രൂപ പോലും കേരള സർക്കാർ സ്വീകരിച്ചില്ല. എന്നിട്ട് കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രം സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുന്നു. അങ്ങനെ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണം ഇത്തവണ അവസാനിപ്പിക്കുന്നുള്ള ഒരു ബോധ്യം ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരനുണ്ടോ? പച്ച നുണയുടെ അടിത്തറയിലാണ് ഈ LDFും UDFും അവരുടെ സൗധം കെട്ടിപ്പടുക്കുന്നു. അടിത്തറ ദുർബലമാണ്. ചെറിയ കാറ്റടിച്ച താഴെ വീഴും. കാരണം അവരൊന്നും വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല ജനങ്ങളോട് സംസാരിക്കുന്നു. സത്യം അവരുടെ കൂടെ ഇല്ല. സത്യം, ധർമ്മം, നീതി, ഇത് 3 അവരുടെ കൂടെ ഇല്ല. അവർ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അത് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. അതാണ് ഈ എവിടെ ചെന്ന് കഴിഞ്ഞാലും ജനസമൂഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളകി മറിയുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പോൾ ഞാൻ ചെല്ലുന്നിടത്തുനിന്നൊക്കെ ധാരാളം ആളുകളാണ് വരുന്നത്. എനിക്കൊരു പരിചയമില്ലാത്തവരാണ്. ഞാൻ ഇവിടുത്തെ ബിഷപ്പുമാരെ കണ്ടു. അവരെല്ലാം സൗഹൃദം പങ്കുവെച്ച് മണിക്കൂറുകളോളം ഞാൻ സംസാരിക്കും. വളരെ ആത്മബന്ധമുള്ള വ്യക്തിത്വം. അതെ, സാമുദായിക സംഘടനാ നേതാക്കന്മാരോട് സംസാരിച്ചു. ടോപ്പ് ലീഡേഴ്സ് അവരൊക്കെ എത്ര സന്തോഷത്തോടെയാണ് എന്നെ സ്വാഗതം ചെയ്യുന്നത്, അവർ സംസാരിക്കുന്നു. ഞാനിപ്പോൾ 5ാമത്തെ ഇലക്ഷൻ മത്സരിക്കുന്നു. ഈ കഴിഞ്ഞ 4 ഇലക്ഷനും മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പ്രതികരണത്തെക്കാളൊക്കെ എത്രയോ വിപുലവും വ്യാപകവും ഹാർദവുമാണ് ഈ ഇപ്പോഴത്തെ സ്വീകരണം. അതായത് കാപട്യങ്ങൾ പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ച് നമ്മളെ പതിറ്റാണ്ടുകൾ പുറകോട്ട് സഞ്ചരിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടിയിട്ട് നാടകങ്ങൾ കളിച്ചവർക്കെതിരെ ജനം പ്രതികരിക്കുന്നു. അവർക്ക് ബോധോദയം ഉണ്ടായിരിക്കുന്നു. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, പാചകവാതകത്തിന് സ്കേഴ്സിറ്റി ഉണ്ട്, അത് സുലഭമായിട്ട് കിട്ടുന്നില്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞു. പച്ചക്കള്ളം. ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച്, ലോകത്തെക്കുറിച്ചോ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ ജനങ്ങളുടെ വോട്ടിന് വേണ്ടി പറഞ്ഞ ഒരു നുണബോംബായിരുന്നു. കാരണം ഇന്ന് ലോകത്തിൽ പാചകവാതത്തിൻ്റെ സ്കേഴ്സിറ്റി ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ നേരിടുന്നുണ്ട്. എന്നാൽ ഏറ്റവും കുറവ് പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യ. കാരണം എന്തുകൊണ്ടാ? ഇസ്രായേലിന് ഇന്ത്യയോട് വിരോധമില്ല, ഇറാന് വിരോധമില്ല, അമേരിക്കയ്ക്ക് വിരോധമില്ല. അങ്ങനെ ഈ 3 രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത നമുക്കറിയാം, ചരിത്രപരമായ ശത്രുതകളാണ്. എന്നാൽ ഈ 2 രാജ്യങ്ങളും ഉപദേശം തേടുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടാണ്. നമ്മുടെ ഷിപ്പുകൾക്ക് മാത്രമാണ് കടന്നു വരാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം നുണകൾ പറഞ്ഞ് നമ്മുടെ ആളുകളെ കബളിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിനെ നാവെടുത്ത 40 വോട്ട് യുക്തിരഹിതമായിട്ട് പ്രസംഗിച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും ഈ രാജ്യത്തുള്ളപ്പോൾ യഥാർത്ഥത്തിൽ NDA എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിജിക്കും അനുകൂലമായിട്ട്
കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതുന്നുള്ളൊരു കാഴ്ചപ്പാടും ബോധവും അതിനുള്ള ഒരു ഉൾക്കാഴ്ചയും ബഹുമാനപ്പെട്ട അങ്ങേക്കുണ്ടെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. നമ്മളുടെ ഇവിടുത്തെ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റു വരുന്ന വാർത്തകളോ അല്ലെങ്കിൽ ഈ കള്ള പ്രസ്താവനകൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ എത്ര ഇളക്കി വിട്ട് കഴിഞ്ഞാലും ജനങ്ങൾക്ക് കൺമുമ്പിൽ കാണാൻ കഴിയുന്ന വസ്തുതകളുണ്ടല്ലോ. ഒന്ന്, ഇവിടെ ഡീസലും പെട്രോളിന് വില കൂടിയോ? ഇല്ലല്ലോ. മറ്റു രാജ്യങ്ങൾ വില കൂടി. അതെ, അഴിമതിയിലാണ്. അവിടെയൊക്കെ പാചകക്ഷാമമാണ്. പക്ഷേ ഇവിടെ പാകിസ്ഥാനിൽ ജനം തരുവില്ല. അതെ, ബംഗ്ലാദേശിലും ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ കടന്ന് കഷ്ടപ്പെടുകയാണ്. അതെ, ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് സ്വൈരമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വസിക്കുന്നത്? അങ്ങ് ഡൽഹിയിൽ ശക്തനായ ഒരു പ്രധാനമന്ത്രി, ലോകാരാധ്യൻ. ലോകാരാധ്യൻ. ഈ രാഷ്ട്രങ്ങളെ മുഴുവൻ എല്ലാം അങ്ങേയറ്റം ആ രാഷ്ട്രത്തലവന്മാർ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തലവന്മാരോടും വേണമെങ്കിൽ ഏത് സമയത്തും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചാൽ സഹായം ചെയ്തു തരാൻ തക്ക വിധത്തിൽ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുള്ളത് കൊണ്ടല്ലേ ആ പ്രധാനമന്ത്രിക്ക് ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മേലുള്ള സ്വാധീനം വർദ്ധിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് സ്വൈരമായി സമാധാനപരമായി ഇവിടെ ജീവിക്കുന്നു. ഇവിടെ ഗൾഫിലുള്ള ഈ മലയാളികൾ പലരും ഗൾഫിലുള്ളവരാണ്. ആ ഗൾഫിലുള്ളവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് ആ നാട്ടിലെ ഭരണാധികാരികളോട് വിളിച്ചു പറയാൻ ഇവിടെ ഒരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ടല്ലേ. വേറൊന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിരിക്കുന്ന ഒരേ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മാത്രമല്ല ഏത് രാജ്യത്ത് നിന്ന് കഴിഞ്ഞാലും ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി ബ്രസീലിലായിരുന്നാലും ഓസ്ട്രേലിയയിലായിരുന്നാലും ഇസ്രായേലിലായിരുന്നാലും അറബ് രാജ്യങ്ങളിലായിരുന്നാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ പരമോന്നത ബഹുമതിയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ, ലോകം ശ്രദ്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി അധികാരത്തിലേറിയ 2004 ജനുവരി 20 ആദ്യം പ്രഖ്യാപിച്ച കുറേ ഉപരോധങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ച കുറേ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. താരിഫിൻ്റെ വർധനവ്, ഭീകരമായ വർധനവ് നടത്തി. അത് ഇന്ത്യക്ക് കുറേ ഡിമാൻഡുകൾ വെച്ചു. അന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറഞ്ഞു അമേരിക്കയുമായിട്ടൊരു ടൈപ്പ് അല്ലെങ്കിൽ ട്രംപുമായിട്ടുള്ള ഏറ്റവും സൗഹൃദമുള്ള നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഫെയിലിയറാന്ന് പറഞ്ഞു. എന്നാൽ ഒരു വർഷക്കാലം കാത്തു നിന്നിട്ട് ഒടുവിൽ ട്രംപ് മുട്ടുമുടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തതെന്താ? ജപ്പാൻ, ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് പറന്നിറങ്ങി അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കി. യൂറോപ്യൻ യൂണിയനിലെ, അതായത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്നത്, ഇന്നുവരെ ഭൂമി കണ്ടതിൽ ഏറ്റവും വലിയ ഡീൽ, കരാറിലേക്ക് ഒപ്പിട്ട് യൂറോപ്യൻ യൂണിയൻ 27 യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട്. അത് വരാൻ പോകുന്ന അടുത്ത 3 വർഷത്തേക്ക് 14.5 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് വരുന്നത്. നമ്മുടെ കാർഷിക മേഖലകളിലെ പ്രോഡക്റ്റുകളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നു. ഇതും കൂടെ ആയപ്പോഴത്തേക്കും ട്രംപ് 10% തീരുവ യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചു. 4-ാമത്തെ ദിവസം അത് പിൻവലിച്ചു. നമ്മുടെ താരിഫ് കേവലം 20% താഴേക്കാക്കി. അത് ധീരനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ഇന്ന് ട്രംപ് ഇന്ത്യയുടെ മുമ്പിൽ കുമ്പിട്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്താ കാരണം? ഈ രാജ്യം ഭരിക്കുന്ന നിശ്ചയദാർഢ്യമുള്ളൊരു പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രം. ഈ ഒരു മെസ്സേജ് ഏത് രീതിയിലാണ് നിങ്ങൾ NDA കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഇവിടുത്തെ ചെറുപ്പക്കാർ പലരും വിദേശത്ത് ധാരാളം പേരുണ്ട്. അവർക്കൊക്കെ അഭിമാനത്തോടുകൂടി ഇപ്പോഴല്ല ജീവിക്കാൻ കഴിയും. നെഞ്ച് നിവർന്ന് ഞങ്ങൾ ഭാരതീയനാണെന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഏത് രാജ്യത്തായി, യൂറോപ്യൻ രാജ്യമായിക്കോട്ടെ, അറബ് നാടായിക്കോട്ടെ, എവിടെയായിരുന്നാലും ഇന്ന് അവർക്കൊക്കെ ഒരു ബഹുമാനം കിട്ടുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രധാനമന്ത്രി, ലോകാരാധ്യനായ ഒരു പ്രധാനമന്ത്രി, പ്രിയങ്കരനായ ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ, അതുതന്നെയാണ് അതിൻ്റെ തെളിവ്. കാരണം അത് അഭിമാനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. ഒരു പൗരന് ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, മറ്റൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, സ്വന്തം നാടിൽ ഇന്നിടത്തുനിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന സ്വാഗതം, സ്വീകരണം, അത് വലിയതല്ലേ ഒരു ഇന്ത്യക്കാരന് കിട്ടുന്ന അഭിമാനം. അതെ, ഇവിടെ പാകിസ്ഥാനിൽ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാകിസ്ഥാൻ കുറേ നുണ പറഞ്ഞു, ട്രംപ് നുണ പറഞ്ഞു. നമ്മുടെ പ്രതിപക്ഷ നേതാക്കളെന്താ, ഇവിടുത്തെ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞു ട്രംപ് പറഞ്ഞതാ ശരിയെന്നാ പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്, നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒന്ന് ഒക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പം ട്രംപിനെ വിശ്വസിക്കുന്ന ഒരു സമൂഹം, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ആരെങ്കിലും ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചാൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തുന്ന പ്രതിപക്ഷങ്ങൾ, ഈ CPM-ഉം കോൺഗ്രസും, അവർ ജനങ്ങൾ വെറുക്കില്ലേ? നമുക്ക് നാടല്ലേ വലുത്? നേഷൻ ഫസ്റ്റ്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് നേഷൻ ഫസ്റ്റ്. എൻ്റെ ദൈവം ജനങ്ങളാണ്, എൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇത് രണ്ടും. ഇനി അവിടുന്ന് കേരളത്തിലേക്ക് വന്നാൽ അങ്ങ് അല്ലെങ്കിൽ BJP NDA സഖ്യം ഇത്തവണ കേരളത്തിൽ എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, സീറ്റ് എത്ര പിടിക്കുമെന്ന് ഇപ്പോൾ പറയാനൊക്കെയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 140 സീറ്റിലും മത്സരിക്കുന്നത് ജയിക്കാനാണ്. ഞാനിപ്പോൾ ഇത്ര സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇത്ര സീറ്റ് തോക്കുമെന്ന് പറഞ്ഞു.
ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, അവർ 110 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞു. തോക്കുന്ന 30 സീറ്റിൻ്റെ പേര് പറയാമോ? അവർ ധൈര്യമുണ്ടോ? പറയൂ. പറയത്തില്ല. ചുമ്മാ വെറുതെ അങ്ങ് അടിച്ചു വിടുകയല്ലേ. പ്രത്യേകിച്ച് സതീശൻ. അപ്പൊ അതായത് NDA സഖ്യം കേരളത്തിലാണ് 2026 ഈ മെയ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞാൽ കേരളത്തിലെ നിയമസഭയിൽ ഒരു നിർണായക ശക്തിയായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ രാജേട്ടൻ്റെ വിജയം ഏത് രീതിയിലായിരിക്കും അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അല്ല, എൻ്റെ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിജയമാണ്. ഈ നാട്ടിൽ ഇത്രയും നാളുകളോളമായി വികസനത്തിൻ്റെ ഒരു സൂര്യകിരണം ഏൽക്കാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് വെളിച്ചം പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കും. നാട്ടിലൊരു പരിവർത്തനം ഉണ്ടാകണം, മാറ്റമുണ്ടാകണം. ഒരു സംസ്കാര കേരളം, വികസിത കേരളം, ഒരു കാർഷിക കേരളം, ഒരു എല്ലാവിധത്തിലും ഒരു പൈതൃക കേരളം വീണ്ടെടുക്കാൻ സാധിക്കണം. കാരണം അടുത്ത തലമുറയ്ക്ക് ഇവിടെ അന്തസ്സോടും അഭിമാനത്തോടും ജീവിക്കണം. പുറത്തു പോയിരിക്കുന്ന യുവാക്കളൊക്കെ ഇവിടെ തിരികെ വരണം. തിരികെ വന്ന് അവർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ട്. അവരുടെ കഴിവുണ്ടല്ലോ, അവരുടെ ബുദ്ധിശക്തി, അവരുടെ ആ ഇന്നൊവേറ്റീവ് പവർ, അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. അങ്ങനെ അവരെല്ലാം കൊതിക്കുകയാണ് സ്വന്തം നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം. പക്ഷെ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകണം. ഒരാഴ്ച മുമ്പും ഒരു വലിയ കമ്പനി പൂട്ടി. എന്താ? തൊഴിൽ തർക്കം. നിസ്സാരമായ കാര്യമാണ്. പക്ഷെ കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്ത അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നമ്മൾ വായിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ സംരംഭകർ കെട്ടിത്തൂങ്ങിച്ചാകുക. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആന്തൂരിലെ 15 കോടി രൂപ മുടക്കി തന്നെ ജീവിത സമ്പാദ്യം ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കി അതിന് അനുമതി കൊടുക്കാതെ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് തള്ളിപ്പെട്ട ആൾ പോലും ഇവിടെ മത്സരിക്കുക. അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. ജനങ്ങളെ പാർട്ടിയാണെങ്കിൽ അപ്പോഴേ നിഷേധിക്കണ്ടേ. തന്നെ CPM ഈയിടെ വന്നിരിക്കുന്ന കണ്ണൂരിലെ ഉരുക്ക് ഹോട്ടലിൽ വന്നിരിക്കുന്ന വിള്ളലുകൾ അവരെ തന്നെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ ഗവൺമെന്റും വലതുപക്ഷം എന്ന് പറയുന്ന യോജിപ്പില്ലാത്ത ഐക്യമുന്നണിയും തമ്മിൽ ഈ നമ്മളെ കബളിപ്പിച്ച് ഉള്ള മുന്നോട്ടുള്ള യാത്രയിൽ അതിനിടയിലൂടെ ജനങ്ങളുടെ അടുത്ത് വികസനം മാത്രം പറഞ്ഞുകൊണ്ട് സുരക്ഷിതത്വം പറയുന്ന NDA സഖ്യം കേരളത്തിൽ നിർണായക ശക്തിയായിട്ട് മാറുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ജനങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് NDAക്ക് അത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ജനിപ്പിക്കാൻ NDAക്ക് കഴിഞ്ഞു. അതെ, NDAയുടെ 2020 കൂടെ വന്നു. BDJS ഉണ്ട്, പല ഘടകകക്ഷികളുമുണ്ട്, നിരവധി CPM നേതാക്കന്മാർ രംഗത്തേക്ക് വന്നു. ഞാനിവിടെ വന്ന് പല അസ്വസ്ഥരായി കഴിയുന്ന CPM നേതാക്കളെ കണ്ടു, കോൺഗ്രസ് നേതാക്കളെ കണ്ടു. അവർ അസ്വസ്ഥരാണ്. അവർ പലരും സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന പല നേതാക്കന്മാരും എന്താ ഇപ്പൊ രംഗത്തില്ലാത്ത? പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നില്ല. കബളിപ്പീര് ജനം കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ തിരിച്ചറിയുന്നു. ആറന്മുളയുടെ റവന്യൂ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് പറയാമോ? എൻ്റെ അഭിപ്രായത്തിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ ഇവിടെ സ്വയം പര്യാപ്തമാകാം. പുറത്തുനിന്ന് യാതൊന്നും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനക്കൂട്ടം എത്തുന്ന ഇവിടെയാണ്. ആറന്മുള വള്ളംകളി, മരാമൺ കൺവെൻഷൻ, മഞ്ഞനിക്കര തീർത്ഥാടനം, പരുമല തീർത്ഥാടനം, ഇങ്ങനെ ചെറുപുഴ ഇന്നുവ മനുഷ്യൻ തൊട്ടടുത്താണ്. ഇതൊക്കെ അതിർത്തികളിലൊക്കെയാണ്. അപ്പം ശബരിമല ഏറ്റവും കൂടുതൽ ജനങ്ങൾ പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, അവരൊരു ചായ കുടിച്ചാൽ അല്ലെങ്കിൽ അവരുടെ വണ്ടിയിൽ ഒരു പെട്രോൾ അടിച്ചാൽ, ഇപ്പോൾ 1000 രൂപയുടെ പെട്രോൾ അടിച്ചാൽ 500 രൂപ 400 രൂപയ്ക്ക് അടുത്ത് പോകുന്നത് സർക്കാരിൻ്റെ ഖജനാവിലേക്ക്. പിന്നെയല്ലേ? അപ്പോൾ എത്ര ആൾക്കൂട്ടം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ട്, ജനങ്ങളുടെ എക്സ്പെൻസ് വരുന്നുണ്ട്. അതൊക്കെ ടാക്സ് ഇനത്തിൽ പോകുന്നത്. അപ്പോൾ ഇത്രയധികം ജനങ്ങൾ തിങ്ങിക്കൂടുന്ന വേറെ സ്ഥലമുള്ളത് തന്നെയല്ല. ആറന്മുളയ്ക്ക് വേറെ ഓഫ് സീസൺ ഇല്ല ഇവിടെ. അതെ. 3 മാസമാണ് ആറന്മുള വള്ളസദ്യ. അതെ, ഒരു ദിവസം ഒരു 50,000 60,000 പേരാണ് വരുന്നത്. ചിലപ്പോൾ 1,00,000 പേര് വരാറുണ്ട്. അഷ്ടപരിമണി ആ സമയത്ത് 1,00,000 പേരാണ്. ഈ 1,00,000 പേര് ഇവിടെ വന്ന് ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല, അവർക്ക് താമസിക്കാൻ സൗകര്യമില്ല. ഇതൊക്കെയാണെങ്കിൽ അവർക്ക് അതൊന്നും പരാതിയില്ല. കാരണം അതൊന്നും കണ്ടുകൊണ്ടല്ലോ അവർ വരുന്നത്. അവർക്ക് കഷ്ടപ്പെടാൻ തന്നെ തയ്യാറായിക്കൊണ്ടാണ്. പക്ഷേ ഈ ഇത്രയും റവന്യൂ വരുമാനം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഈ 3 മാസക്കാലം വള്ളസദ്യയും ഈ ഇവിടുത്തെ ജനങ്ങൾ, ഈ 52 കരകളിലെ ജനങ്ങളും എല്ലാം ഇവിടെ വരികയും നാടെമ്പാടുള്ളവരൊക്കെ വരികയൊക്കെ ചെയ്യുന്നതിലൂടെ റവന്യൂ വരുമാനം ഉണ്ടായിട്ട് ഇവർക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? നാട്ടിലേക്ക് എന്ത് ചിലവാണ്? ഇവിടെ എന്തെങ്കിലും എന്നാൽ ഒരു നല്ല സ്റ്റേഡിയം പണിയാൻ, ഒരു വള്ളംകളി ഒരു സ്റ്റേഡിയം, ഒരു മ്യൂസിയം പോലും, ഒരു മ്യൂസിയം ഇല്ല, ഒരു പാർക്കില്ല. ഇവിടെ എന്തെല്ലാം ഒരു വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ. വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള. അതെ. നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുക. ഒരു ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി തന്നെ ഇവിടെ വരിക. സാർ, ലോകവ്യാപകമായിട്ട് ഇതുപോലുള്ള സെന്റേഴ്സാണ്, ഡെസ്റ്റിനേഷൻസിലാണ് ആള് പോകുന്നത്. അല്ലാണ്ട് കെട്ടിടങ്ങൾ കാണാൻ പോകുന്നത് ജനങ്ങളല്ല. ഇപ്പോഴത്തെ ആളുകൾക്ക് ഓലമടയുന്നത് കാണണം,
ചൂണ്ടയിടുന്നത് കാണണം. ഒരു ഗ്രാമ ഭംഗി ആസ്വദിക്കാനാണ്. നമ്മുടെ തനത് പാചകത്തിൽ ഒന്നാം സ്ഥാനമല്ലേ ഇവിടെ. 62 തരം കറികൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരുന്ന ഒരു കാലമില്ലേ ഇവിടെ. ആ പാചക കൂട്ടിപ്പ് എവിടെ പോയി? അത് സംരക്ഷിക്കണ്ടേ? നമ്മളെ പോയിന്റ് അതാണ്. ഇവിടെ വൈദ്യം ഉണ്ടായിരുന്നു. മാരകമായ രോഗങ്ങളെ ചികിത്സിക്കാൻ കഴിയുന്ന വൈദ്യന്മാർ ഇപ്പോഴും ഉണ്ട് അവിടെ ഈ തലമുറപ്പെട്ടവരോട്. അതൊക്കെ ആ ഗ്രന്ഥങ്ങളൊക്കെ അവിടെ അതൊക്കെ പരീക്ഷിക്കേണ്ട. നല്ല മ്യൂസിയം, നല്ല ലൈബ്രറി, ഇതൊക്കെ കൊണ്ടുവന്ന് ഈ പ്രദേശത്തെമ്പാടുമുള്ള ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും. ഇതെന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല? അവർ പിന്നെ രാജേട്ട ദീർഘമായ ഒരു സംഭാഷണത്തിനും സൗഹൃദപരമായ രീതിയിൽ സംഭാഷണം മുന്നോട്ട് കൊണ്ടതിൽ ഒരുപാട് നന്ദി. അങ്ങയുടെ പ്രതീക്ഷകൾ പൂവണിയട്ടെ. ആറന്മുളയ്ക്ക് ഒരു ജനകീയ അടിത്തറയുള്ള ഒരു പൈതൃക സംരക്ഷണമുള്ള വിനോദസഞ്ചാരത്തിന് ഇമ്മൻസ് ചാൻസ് ഉള്ള ഈ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയായി അങ്ങ് അടുത്ത നിയമസഭയിൽ എത്തട്ടെ. അങ്ങയോടൊപ്പം നിരവധി NDAയുടെ പ്രതിനിധികൾ നമ്മുടെ നിയമസഭയിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.